ഹലോ, നമസ്കാരം. ആ യുദ്ധം അങ്ങ് അവിടെയല്ലേ? അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിന് എനിക്കെന്താ കുഴപ്പം? മനുഷ്യർ ആ സംഘർഷഭൂമിയിൽ മിസൈലേറ്റ് മരിച്ചു വീഴുമ്പോൾ അതൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന് പലരും ഊറ്റം കൊണ്ടു. യുദ്ധം ദിവസങ്ങൾ പിന്നിടുമ്പോൾ അടുക്കള പൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് നമ്മൾ. പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നുണ്ട്. എന്നാൽ പ്രകൃതിവാതക ലഭ്യതയിൽ നേരിട്ടേക്കാവുന്ന പ്രതിസന്ധി മുന്നിൽ കണ്ട് അവശ്യവസ്തു നിയമം ബാധകമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആധിയാണ് അടുക്കളയിൽ. ഹോട്ടലുകളും ഹോസ്റ്റലുകളും പ്രതിസന്ധിയിലായിരിക്കുന്നു. കാത്തിരിക്കുന്നത് അടുക്കള അടച്ചുപൂട്ടലോ? യുദ്ധക്കൊതിയന്മാരെ, ഒരു യുദ്ധവും മാനവരാശിക്ക് കടുത്ത നാശം വരുത്താതെ അവസാനിച്ചിട്ടില്ല. യുദ്ധം അവസാനിക്കട്ടെ, മനുഷ്യർ സമാധാനമായി ജീവിക്കട്ടെ. നമുക്ക് ഈ കാര്യത്തിലേക്ക് വിശദമായി പോകാം. പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. മധ്യപൂർവേഷ്യയിലെ യുദ്ധം കാരണം രാജ്യത്ത് പാചകവാതക ക്ഷാമം അതിരൂക്ഷമാവുകയാണ്. ക്ഷാമം കണക്കിലെടുത്ത് അവശ്യവസ്തു നിയമം കേന്ദ്രം നടപ്പാക്കിയതോടെ രാജ്യത്ത് ഹോട്ടൽ വ്യവസായം വൻ പ്രതിസന്ധിയിലായി. സിലിണ്ടർ കിട്ടാതായതോടെ മഹാനഗരങ്ങൾക്കൊപ്പം കേരളത്തിലും ഹോട്ടലുകൾ ഒന്നൊന്നായി പൂട്ടുകയാണ്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അടുക്കളയിൽ തീ അണയുന്നു. 65% പാചകവാതകവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മുടേത്. അതിൽ തന്നെ 90% ഗൾഫ് മേഖലയിൽ നിന്ന്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം പ്രതിസന്ധിയിലായതോടെ രാജ്യത്തെ LPG ക്ഷാമം അതിരൂക്ഷം. മുംബൈ, ദില്ലി അടക്കം വൻ നഗരങ്ങളിൽ കാൽഭാഗം ഹോട്ടലുകളും ഇതിനോടകം പൂട്ടി. മുംബൈയിലെ കലീനയിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ 5 മലയാളി റെസ്റ്റോറൻറ്റുകൾ, അതായത് മലയാളികളുടെ ഉടമസ്ഥതയുള്ള 5 ഹോട്ടലുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വെറും 2 എണ്ണം മാത്രമാണ്. ബാക്കി 3 എണ്ണവും ഇതുപോലെ താഴിട്ട് പൂട്ടിയ അവസ്ഥയിലാണ്. കരിഞ്ചന്തയിൽ കിട്ടുന്നു, അതും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. 5000 രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞു, എന്നിട്ടൊന്നും അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എല്ലാ ഹോട്ടലും ഇതേ. ഇപ്പം ഇവിടെ 5 ഹോട്ടലുണ്ട്, മലയാളി ഹോട്ടൽ. പക്ഷേ എവിടെയും ഇതിൻ്റെ പ്രശ്നം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാമെന്ന് അറിയില്ല അവർ. യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ സിലിണ്ടറിന് വില കൂട്ടിയത് തന്നെ ഹോട്ടൽ വ്യവസായ മേഖലയ്ക്ക് തിരിച്ചടിയാണ്. അതിനൊപ്പമാണ് സിലിണ്ടർ ക്ഷാമവും. വീടുകൾ, ആശുപത്രികൾ തുടങ്ങി പ്രത്യേക മേഖലകൾക്ക് വേണ്ടി മാത്രം പാചകവാതകം പരിമിതിപ്പെടുത്തുന്ന അവശ്യവസ്തു നിയമം കൂടി നടപ്പാക്കിയതോടെ പ്രതിസന്ധിയുടെ ആഴം കൂടി. വിറകടുപ്പുകൾക്ക് മഹാനഗരങ്ങളിൽ വിലക്ക് നേരത്തെ തന്നെയുണ്ട്. പ്രതിവർഷം 35,000 കോടി രൂപയെങ്കിലും നികുതി ഇനത്തിൽ സർക്കാരിന് നൽകുന്ന മേഖലയാണ് ഹോട്ടൽ വ്യവസായം. 5.7 ലക്ഷം കോടി രൂപയുടേതാണ് ഭക്ഷണ വിതരണ മേഖലയുടെ ആകെ മൂല്യം. 90 ലക്ഷം പേരെങ്കിലും തൊഴിലെടുക്കുന്ന മേഖലയാണ് പ്രതിസന്ധിയിലാവുന്നത്. हमारे पास 1 दिन का या 2 दिन का चलता है, बाद में देखना है. सप्लाई आता तो हम रन करेंगे, नहीं तो क्लोज करना पड़ेगा. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഹോസ്റ്റലുകൾ അടക്കം പൂട്ടേണ്ട അവസ്ഥയിലേക്ക് സാഹചര്യം രൂക്ഷമാവുകയാണ്. പല ഹോസ്റ്റലുകളിലും ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ ഓൾറെഡി 20% ഹോസ്റ്റലുകളിൽ ഭക്ഷണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കുറേ കുട്ടികൾ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നവരും അതുപോലെ തന്നെ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഭക്ഷണ ദാരിദ്ര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് നേരത്തെ തന്നെ പാചകവാതക ഇറക്കുമതി നമ്മുടെ രാജ്യം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആകെ ഇറക്കുമതിയുടെ ഏതാണ്ട് 10% മാത്രമേ അതാവുന്നുള്ളൂ. ഹോട്ടൽ വ്യവസായം, ഫുഡ് ഡെലിവറി തുടങ്ങിയ മേഖലകളെ മാത്രമല്ല, റെസ്റ്റോറൻറ്റുകളെ ആശ്രയിച്ചു കഴിയുന്ന വലിയൊരു വിഭാഗം പൊതുജനത്തെയും പ്രതിസന്ധി ബുദ്ധിമുട്ടിച്ചു തുടങ്ങി. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ആശങ്കയാണ് അടുക്കളയിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. പല പ്രേക്ഷകരും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നുണ്ട്. മണി പറയുന്നു, പരമ്പരാഗത ഊർജത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്, അതായത് ഓലയും ചിരട്ടയും ഒക്കെയുള്ള ആ കാലത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. ഏതായാലും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രതിസന്ധി എത്രയും വേഗം തീരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കാൻ കഴിയുക. മറ്റു നിരവധി പ്രേക്ഷകരും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. മോഹനൻ പറയുന്നു, ഒരാഴ്ച അയൽ രാജ്യത്ത് യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ അടുക്കള താളം തെറ്റിയെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ വിലക്കയറ്റത്തിൻ്റെ മുന്നോട്ടുള്ള ആരംഭം തന്നെയാണല്ലോ എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. വനജ PR പറയുന്നു, വിറകടുപ്പുള്ളവർ
അടുക്കള അടയ്ക്കേണ്ടി വരില്ല എന്ന്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഏതായാലും യുദ്ധം വേഗം അവസാനിച്ച് അടുക്കളയിലെ ഈ പ്രതിസന്ധി അയയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കേരളത്തിലെ മാലാഖമാരുടെ സമരം തുടരുകയാണ്. മഹാമാരിയുടെയും നിപ്പയുടെയും കാലത്ത് ഒപ്പം നിന്ന നഴ്സുമാരാണ് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്ത് എത്തിയത്. പല ആശുപത്രികളിലും വൻ പ്രതിസന്ധിയാണ്. പലയിടത്തും രോഗികളെ സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ അത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ നഴ്സുമാരുടെ സമരം പരിഹരിക്കാൻ യാതൊരു നടപടിയും എടുക്കുന്നില്ല. സർക്കാരും ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം. അതിനിടെ അവശ്യ സേവന നിയമം പ്രയോഗിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തളരാത്ത സമരവീര്യം. മഹാമാരിയുടെ കാലത്തും നിപ്പയുടെ കാലത്തും എന്തിന് ആശുപത്രിയിൽ ഒരു പനിയായിട്ടോ അപകടം പറ്റി പോകുമ്പോഴോ നമ്മളെ ആദ്യം പരിചരിക്കുന്ന നഴ്സുമാരാണ് എനിക്ക് പിന്നിൽ സമരം നടത്തുന്നത്. അവരുടെ ആവശ്യം വളരെ ന്യായമായ ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യത്തോട് മുഖം തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഒരു കൂലിപ്പണിക്കാരന് ലഭിക്കുന്ന ദിവസവേതനം പോലും സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്ക് ലഭിക്കുന്നില്ല. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അവർ രോഗികളെ സേവിക്കുന്നു. പക്ഷേ വേതനം ലഭിക്കുന്നത് നാമമാത്രം. പഠിച്ചിറങ്ങിയിട്ടും വീണ്ടും വീട്ടുകാരെ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ന്യായം കിട്ടണം എന്നുള്ളൊരു തോതിൽ എല്ലാവരോടും നമ്മൾ പറഞ്ഞ് ലെറ്റർ കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു തുള്ളി പോലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അംഗീകരിക്കാതെ ഞങ്ങളെ തരം താഴ്ത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. പണ്ടത്തെ പോലെ നഴ്സുമാർ എപ്പോഴും താഴ്ന്നൊരു തട്ടിൽ ഇരിക്കുക എന്നുള്ള കാലം മാറി. ഇപ്പോൾ നഴ്സുമാരെല്ലാവരും അവർ പഠിക്കുന്ന പ്രൊഫഷനെ വലുതാക്കി കണ്ടുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് പാരൻസ് അത് പഠിപ്പിക്കുന്നതും അതേ ഉദ്ദേശത്തോടെ തന്നെയാണ്. ഒരിക്കലും ഒരു നഴ്സിംഗ് സമൂഹത്തെ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ തയ്യാറല്ല. ശമ്പളം കൂട്ടിച്ചോദിക്കുമ്പോഴും അർഹമായ മറ്റ് ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോഴും ആശുപത്രി മാനേജ്മെന്റ് നഴ്സുമാരോട് ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. എന്നോട് ന്യായമായ ശമ്പളം സർക്കാർ പറയുമ്പോൾ പോലും നടപ്പാക്കാൻ കേരളത്തിലെ ചില കുത്തക ആശുപത്രികൾ തയ്യാറാകുന്നില്ല. പക്ഷേ രോഗികളുടെ കയ്യിൽ നിന്നും അമിതമായ ഫീസ് വാങ്ങുകയും ചെയ്യും. അടിസ്ഥാന ശമ്പളം 40,000 രൂപയായി ഉയർത്തണമെന്നാണ് നഴ്സുമാരുടെ പ്രധാന ആവശ്യം. നിലവിൽ 20,000 രൂപയാണ് മുതിർന്ന നഴ്സുമാർക്ക് പോലും ലഭിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചു കിട്ടുന്ന ശമ്പളം ലോൺ അടയ്ക്കാൻ പോലും തികയുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ കേവലം 6 മണിക്കൂറാണ് ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ പോലും 6 മണിക്കൂറല്ല ആളുകളോട് വർക്ക് ചെയ്യുന്നത്. 11-12 മണിക്കൂറൊക്കെ വരെ ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത്രയും നല്ലൊരു ആവശ്യത്തിനുള്ള സാലറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഭയങ്കര മോശമാണ്. മാലാഖമാരെന്ന് പറഞ്ഞാൽ മതിയോ? ആളുകൾക്ക് അതിനുള്ള സാലറി കിട്ടണ്ടേ? നമ്മുടെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലിക്ക് വരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെയിലും ചൂടും കൊണ്ട് ആഹാരം പോലും കഴിക്കാതെ കേരളത്തിന്റെ മാലാഖമാർ തെരുവിൽ സമരം ചെയ്യുകയാണ്, നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. കേരളത്തിലെ നഴ്സുമാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമരവേദിയിൽ നിന്നും അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. തെരുവിൽ തുടരേണ്ടവരോ മാലാഖമാർ. ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്നു മാനേജ്മെന്റുകൾ. സമരം സാധാരണക്കാരെ വലയ്ക്കുന്നു. എൻകൗണ്ടർ ഇന്ന് രാത്രി 7 മണി. നേരത്തെ പറഞ്ഞ ഹൈക്കോടതി പരാമർശവുമായി ബന്ധപ്പെട്ടൊരു തിരുത്തുണ്ട്. എസ്മ പ്രയോഗിക്കണമെന്ന ആവശ്യം കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ്റേതായിരുന്നു. ഈ സ്വകാര്യ ആശുപത്രി ഉടമകളുടെ സംഘടനയാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ. അവരുടെ ഹർജിയിൽ ഈ ആവശ്യമുണ്ടായിരുന്നു. കോടതിയാകട്ടെ ആശുപത്രിയിലെ സേവനങ്ങൾ മുടങ്ങരുത്, ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണം എന്ന് പോലീസിനും തൊഴിൽ വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി പ്രേക്ഷകർ ആ വാർത്തയുമായി ബന്ധപ്പെട്ടും പ്രതികരണം നടത്തുന്നുണ്ട്. നഴ്സുമാർക്ക് ശമ്പളം തുച്ഛം, ജോലിഭാരം അതിനു മേലെ എന്നാണ് എബ്രഹാം തോമസ് പറയുന്നത്.
പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാർക്ക് നിസ്സാര ശമ്പളമേ ഉള്ളൂ, അവിടെ ചില രാഷ്ട്രീയ കളികൾ നടക്കുന്നുണ്ടെന്ന് രവികുമാർ PB പറയുന്നു. ഡോക്ടർ നോക്കാതെ ഒരു നേഴ്സും രോഗികളെ പരിചരിക്കാറില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എന്ന് പറയുന്നത് ഇഗ്നേഷ്യസ് ആണ്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. പണിതീരാതെ ഉദ്ഘാടനങ്ങൾ നടത്തി പ്രശസ്തി നേടിയ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണത്. ശിലാഫലകങ്ങളുടെ നീണ്ട നിര കാണാമെങ്കിലും സംഗതി പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെറുതെ ചില ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിക്കാറുണ്ട്. ചിലതിൽ ആളുകൾ സന്തോഷിക്കും, ചിലത് ആളുകൾക്ക് അത്ര അങ്ങോട്ട് പിടിക്കില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചെറുതോണി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ബ്രഹ്മാണ്ഡ ഉദ്ഘാടനങ്ങളാണ് ലഭിക്കുന്നത്. 2024 അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ ബസ് സ്റ്റാൻഡ് ഒന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസവും ഒരു KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും മന്ത്രി തന്നെ നിർവഹിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനം ഒരു അനുഭവത്തോടെ ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഞാൻ നിർവഹിച്ചായി അറിയിക്കുന്നു. KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെയും ഡിപ്പോയുടെയും ഉദ്ഘാടനമാണ് ഈ കണ്ടത്. ഉദ്ഘാടകൻ മന്ത്രി KB ഗണേഷ് കുമാർ. എന്നാൽ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ KSRTC ഡിപ്പോയ്ക്ക് വേണ്ട കെട്ടിടമില്ല, മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. വാടകയ്ക്കെടുത്ത മറ്റൊരു കെട്ടിടത്തിലാണ് KSRTC ഡിപ്പോ പ്രവർത്തനം. KSRTC ഡിപ്പോയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന് ATO നിലവിലെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടെങ്കിലും പണി പൂർത്തിയാകാത്തതിനാൽ സാധിക്കില്ല എന്നായിരുന്നു മറുപടി. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ബസ് സ്റ്റാൻഡ് അത് പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് അതിന് ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുള്ളത്. പുതിയ ഭരണസമിതി വന്നപ്പോൾ തീർച്ചയായിട്ടും 4 പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മന്ത്രി റോഷി അഗസ്റ്റിനും ഇവിടുത്തെ LDF നേതാക്കളും കൂടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബസ് സ്റ്റാൻഡിനെ പറ്റി പൂർണ്ണമായി പഠിക്കുകയും നിലവിൽ അതിനകത്ത് ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല, പ്ലംബിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല, അടിസ്ഥാനപരമായ വേസ്റ്റ് പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇതിൻ്റെ 4 പ്രാവശ്യം ഉദ്ഘാടനം ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പം ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഓരോ ഇലക്ഷൻ മുമ്പായിട്ട് ഓരോ ഉദ്ഘാടനം എന്നല്ലാതെ വേറൊന്നും ഇതിനകത്ത് പറയാനില്ല. അതിന് കൂട്ടു നിൽക്കാനായിട്ട് പുതിയ ഭരണസമിതിക്ക് താല്പര്യമില്ല. അങ്ങനെ രാഷ്ട്രീയ നാടകത്തോട് കൂട്ടു നിൽക്കുന്ന ഒരു ഭരണസമിതി അല്ല നിലവിലുള്ളത്. 2018 പ്രളയത്തിലാണ് ചെറുതോണിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒലിച്ചുപോയത്. 2019 പണി തുടങ്ങിയ പുതിയ ബസ് സ്റ്റാൻഡിൽ ആദ്യ ഉദ്ഘാടനം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്. എന്നാൽ കൂട്ടത്തിൽ ഗംഭീരമായ ഉദ്ഘാടനം 2024 ഫെബ്രുവരിയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്. അന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത അതേ ബസ് സ്റ്റാൻഡ് വീണ്ടും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ജനുവരിയിൽ ജില്ലാ കളക്ടർക്ക് മന്ത്രി തന്നെ കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ ഉദ്ഘാടനങ്ങളുടെ കൂമ്പാരമാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പം ഇടുക്കി അസംബ്ലിയിൽ ഈ നിയോജക മണ്ഡലത്തിൽ മന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു തുറമുഖവും ഒരു ഹെലിപ്പാഡും ഒരു വിമാനത്താവളം കൂടി പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തിനാണ് 24 ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡ് ഒന്നുകൂടി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ് മന്ത്രി കളക്ടർക്ക് ലെറ്റർ കൊടുക്കുന്നത്? അങ്ങനെ ജനങ്ങളെ പറ്റിക്കേണ്ട ആവശ്യകത എന്താണ്? അപ്പോൾ ഇതെല്ലാം ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു തനി രാഷ്ട്രീയ നാടകമാണ്. യഥാർത്ഥത്തിൽ എണ്ണി നടത്തിയ ഉദ്ഘാടന പ്രഹസനങ്ങൾ, അങ്ങനെ വേണം ചെറുതോണി ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന മഹാമഹത്തെ വിശേഷിപ്പിക്കാൻ. അല്ലെങ്കിൽ പിന്നെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് പണി പൂർത്തിയാകാതെ ഇക്കണ്ട ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയത്? നാട്ടുകാരുടെ ചോദ്യം ന്യായമാണ്. ഇനി ഒരൊറ്റ ഉദ്ഘാടനമേ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ഈ ബസ് സ്റ്റാൻഡിന്റെ എല്ലാ പണികളും പൂർത്തിയായതിനു ശേഷമുള്ളത് മാത്രം. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നത്. ഓമന കൃഷ്ണൻ പറയുന്നു, ഇലക്ഷൻ അടുക്കുമ്പോൾ ജനങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രഹസനമാണ് ഇത് എന്ന കാര്യം.
സുജേഷ് നന്നങ്ങാടി പറയുന്നു, ബസ് സ്റ്റാൻഡ് ഒലിച്ചുപോയോ എന്ന ചോദ്യമാണ്. ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സർ തുടരും ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ രക്ഷകരാവുക ബീച്ച് അഗ്നിരക്ഷാസേന യൂണിറ്റാണ്. എന്നാൽ ബീച്ച് അഗ്നിരക്ഷാസേന യൂണിറ്റിനും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആവശ്യമായ അവസ്ഥയാണ്. ഫിറ്റ്നസ് ഇല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കിയ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിലാണ് ബീച്ച് ഫയർ സ്റ്റേഷൻ 2 വർഷമായി പ്രവർത്തിക്കുന്നത്. ഈ അഗ്നിരക്ഷാ സംവിധാനത്തെ ആര് രക്ഷപ്പെടുത്തുമെന്നതാണ് ഉയരുന്ന ചോദ്യം. കാണാം കോഴിക്കോട് നിന്ന് ദിലിഷ തിലകന്റെ റിപ്പോർട്ട്. രക്ഷയില്ലാത്ത രക്ഷാസേന. കോൺക്രീറ്റ് അടർന്നു വീണ മേൽക്കൂര, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇരുമ്പ് കമ്പികൾ, മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന മുറികൾ, ദ്രവിച്ച ജനാലകൾ, തേപ്പ് പൊഴിഞ്ഞ ചുമരുകൾ. നഗരത്തെ സംരക്ഷിക്കാൻ, നാട്ടുകാരെ രക്ഷിക്കാൻ ചുമതലപ്പെട്ട 22 ജീവനക്കാർ ജോലി ചെയ്യുന്ന കോഴിക്കോട്ടെ ബീച്ച് ഫയർ സ്റ്റേഷന്റെ അവസ്ഥയാണ് ഇത്. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളും യന്ത്രങ്ങളും തുരുമ്പിച്ച ഇരുമ്പ് സാധനങ്ങളോടൊപ്പം നനവേറ്റ മുറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് അത് ആധുനിക സംവിധാനത്തിലുള്ള കെട്ടിടത്തോടുകൂടി പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അത് പൊളിച്ചു മാറ്റിയത്. പക്ഷേ പൊളിച്ചു മാറ്റിയതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന 8ഓളം യൂണിറ്റുകൾ നഗരത്തിൻ്റെ പുറത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം കോഴിക്കോട് നഗരത്തിൻ്റെ അകത്ത് പിടിക്കുമ്പോൾ അവർ എത്തിപ്പെടാൻ കാലതാമസം വരുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ജയലക്ഷ്മിയിൽ നടന്നതും കഴിഞ്ഞ പുതിയ മാർക്കറ്റിൽ പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിനൊക്കെ അവരെത്തിപ്പെടാൻ അവർ താമസം നേരിടുന്നുണ്ട്. ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും 2 വർഷത്തിലധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ കടലാസിൽ തന്നെ തുടരുകയാണ്. കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന മുന്നറിയിപ്പുകൾക്കിടയിലും ജീവനക്കാർ ജീവൻ പണയം വെച്ച് ഇവിടെ ജോലി തുടരുകയാണ്. ബീച്ച് പ്രദേശം വിനോദസഞ്ചാരികളുടെ തിരക്കേറിയ മേഖലയാണ്. കടലിലെ അപകടങ്ങൾ, തീപിടുത്തങ്ങൾ, നഗരമധ്യത്തിലെ അടിയന്തരാവസ്ഥകൾ, ഇവിടെയെല്ലാം വേഗത്തിലെത്തേണ്ട അഗ്നിരക്ഷാസേന യൂണിറ്റാണ് ഇത്. തീപിടുത്തങ്ങളുടെ നഗരമായി കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള സുരക്ഷാ വിഷയമായിട്ടും ബീച്ച് ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ചാൽ കൈമലർത്തുകയാണ് അധികൃതർ. നഗരമധ്യത്തിൽ ഒരു അപകടമുണ്ടായാൽ ആദ്യം ഓടിയെത്തേണ്ടവരെയാണ് ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത്. വലിയ അനാസ്ഥയാണ്. വിഷ്ണു കച്ചേരിക്കൊപ്പം ദിലിഷ തിലകൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും എ പത്മകുമാറിനെ നീക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പത്മകുമാറിനെ നീക്കിയത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ MLA-യും ഒക്കെയായ എ പത്മകുമാറിനെ ഇതുവരെ CPIM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കിയിട്ടില്ല. നീക്കിയത് ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴും പത്മകുമാർ തുടരുന്നുണ്ട്. പക്ഷേ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. എന്താണ് പത്തനംതിട്ടയിൽ സംഭവിക്കുന്നത്? ദിലീപ് കുമാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ മുൻ MLA-യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എ പത്മകുമാറിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ CPM നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പത്മകുമാറിനെ ഒഴിവാക്കണം എന്നുള്ള ആവശ്യം പത്മകുമാർ അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ കമ്മിറ്റിയിൽ ഉയർന്നു വന്നതാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനമെടുക്കട്ടെ, SIT കുറ്റപത്രം സമർപ്പിക്കട്ടെ, അതിനുശേഷം പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാം എന്നുള്ള നിലപാടിലാണ് ജില്ലാ കമ്മിറ്റി നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന CPM നേതൃത്വവും ഉള്ളത്. അതിനിടയിലാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ CPM-ന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പത്മകുമാറിനെ ഒഴിവാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി തന്നെ പത്മകുമാറിനെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതേസമയം ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള നടപടിയെക്കുറിച്ചോ മറ്റ് വിവരങ്ങളെക്കുറിച്ചോ ഒന്നും ഗ്രൂപ്പിനകത്ത് പരാമർശമില്ല. പത്മകുമാറിനെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതേക്കുറിച്ച് കൂടുതൽ പ്രതികരണം നടത്താൻ ജില്ലയിലെ CPM നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. എന്തായാലും സംസ്ഥാന നേതൃത്വം പത്മകുമാറിനെതിരെ ഇനിയിപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനിടയിലാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ പത്മകുമാറിനെ CPM ജില്ലാ കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ദിലീപ് കുമാർ. CPIM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ
CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷേ പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ. മറ്റൊരു വാർത്തയിലേക്കാണിനി. CISF കസ്റ്റഡിയിലെടുത്ത മാധ്യമപ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചു. റിപ്പബ്ലിക് TVയുടെ പ്രതിനിധികൾക്കാണ് എറണാകുളം മുനിസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നൽകിയത്. കൊച്ചി തീരത്ത് നങ്കൂരമിട്ട ഇറാനിയൻ യുദ്ധക്കപ്പലിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, മാധ്യമപ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. റിപ്പബ്ലിക് TVയുടെ മാധ്യമ സംഘത്തിനാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസമാണ് ഇറാനിയൻ യുദ്ധക്കപ്പലിനെ കൊച്ചി തീരത്ത് നങ്കൂരമിടാൻ അനുമതി നൽകിയിരുന്നത്. ഇങ്ങനെ നങ്കൂരമിട്ട യുദ്ധക്കപ്പലിന്റെ ദൃശ്യങ്ങൾ റിപ്പബ്ലിക് TV എടുത്തിരുന്നു. ഇതിന്റെ പ്രതിനിധികൾ എത്തി ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇങ്ങനെ തുറമുഖത്തിന്റെ ചാർജുള്ള CISF ഇവർ 3 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റിപ്പോർട്ടർ ശങ്കർ ഉൾപ്പെടെയുള്ളവരെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഹാർബർ പോലീസിന് കൈമാറി. ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരുന്നത്. ഇങ്ങനെ കേസെടുക്കുകയും ഇവർ റിമാൻഡിൽ കഴിയുകയുമായിരുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയാണ് 3 മാധ്യമ പ്രവർത്തകർക്കും ജാമ്യം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കപ്പലിന്റെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്നുള്ളത് കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നും CISFന്റെ ഭാഗത്തുനിന്നും പിന്നീട് മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ദിലീപ് കുമാർ. റിപ്പബ്ലിക് വാർത്താ സംഘത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 24ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി ചേരുന്നു അസിത സഹീർ. ഓവർ ടു അസിത.